ഗൃഹസ്ഥോ ധീരധീ സ്വസ്യ ധർമാന്ന പ്രച്യുതോ യദി തത്രൈവ നിരതഃ സർവ യതീനാം മുഖ്യ ഏവ സഹ. ധീരധീഹി ധീരമതിയായ ഗൃഹസ്ഥാശ്രമി സ്വസ്യ തൻ്റെ ധർമാത് ധർമ്മത്തിൽ നിന്ന് ന പ്രച്യുതഃ വ്യതിചലിക്കാത്തവനും സഹ അവൻ തത്ര ഏവ നിരതഃ യതി അവൻ ധർമ്മത്തിൽ തന്നെ നിരതനും ആണെങ്കിൽ സർവയതീന സർവമുനികൾക്കും മുഖ്യനാണ് അവൻ, യതി തുല്യനാണെന്ന് സാരം. അതായത് ഗൃഹസ്ഥാശ്രമി അവൻ്റെ ധർമ്മത്തിൽ 100% ഉറച്ചിരുന്നു കഴിഞ്ഞാൽ അവനോളം പോരുന്നൊരു യതി ഈ ലോകത്തിൽ, സന്യാസിയും ലോകത്തിലില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സന്യാസത്തെ പോലും വെല്ലുന്ന ഒന്നാണ് ഗാർഹസ്ഥ്യ ആശ്രമം. ഗാർഹസ്ഥ്യ ആശ്രമത്തിൽ അവൻ്റെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ന പ്രച്യുതഃ എന്ന് പറഞ്ഞാൽ വ്യതിചലിക്കരുത്. ധർമാത് ന പ്രച്യുതഃ, അവൻ അതിൽ തന്നെ നിരതനാകണം, 100% അതിൽ തന്നെ. അവൻ്റെ ധർമ്മം എന്തോ ആ ധർമ്മത്തിൽ നിരതമാകണം. അവൻ സർവമുനികൾക്കും സർവയതീന മുഖ്യ ഏവ. കാരണം ധീരനായ ഒരു വ്യക്തിക്ക് മാത്രമാണ് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ധീരധീഹി ഗൃഹസ്ഥ എന്ന് പറയുന്നത്. ധീരമതിയായിട്ടുള്ള ഗൃഹസ്ഥൻ തൻ്റെ ധർമ്മത്തിൽ നിന്നും ന പ്രച്യുതഃ വ്യതിചലിക്കുന്നില്ല. അവൻ സർവയതീന, അവൻ മുഖ്യനായിട്ട് വരുന്നു. പുരാണത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു കഥ, കൗശികൻ എന്ന ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം ഒരു ദിവസം ഗൃഹം വിട്ടിറങ്ങി. അദ്ദേഹം തപസ് അനുഷ്ഠിക്കാനായിട്ടൊരു കാട്ടിൽ പോയി. കാട്ടിലിരുന്ന് അദ്ദേഹം ദീർഘകാലം തപസ് അനുഷ്ഠിച്ചു. തപസ്സിലൂടെ അസാധാരണമായ ശക്തിയും സിദ്ധിയും നേടാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് താനിരിക്കുന്ന മരത്തിൻ്റെ മുകളിൽ ഒരു വെള്ളക്കൊറ്റി വന്ന് ഇരുന്നു. ആ കൊക്ക് മുനിയെക്കുറിച്ചൊന്നും അധികം ചിന്തിച്ചില്ല. താഴെ മുനിയിരിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അത് അതിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് കാഷ്ടിച്ചു. അത് മുനിയുടെ തലയിൽ വന്ന് വീണു. മുനി ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. നോക്കിയപ്പോൾ ഒരു വെള്ളക്കൊറ്റി ഇരിക്കുന്നു. മുനിയുടെ ഉള്ളിൽ കോപം ഇരച്ചു കയറി, കണ്ണുകൾ ചുമന്നു. ദേഷ്യം കൊണ്ട് ആ മുനി ആ വെള്ളക്കുറ്റിയെ നോക്കി. ഉടനടി അത് കരിഞ്ഞു താഴെ വീണു. ആ പക്ഷി കരിഞ്ഞു താഴെ വീണു. ഈ മുനിയുടെ ദേഷ്യത്തിൽ നിന്നും വമിച്ച അഗ്നി കൊണ്ട് ആ പക്ഷി താഴെ കത്തി വീണു. വാസ്തവത്തിൽ ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ഇതുണ്ടായത്, തൻ്റെ തപസ് ഫലപ്രാപ്തിയിലെത്തിയെന്നൊരു തോന്നലാണ്. കാരണം താനൊന്ന് നോക്കിയപ്പോഴേക്കും ആ കിളി കത്തിത്താഴെ വീണു. അപ്പോൾ തനിക്ക് അസാധാരണമായിട്ടുള്ള സിദ്ധി ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കരുതാൻ തുടങ്ങി. അഹങ്കാരം വന്നു അദ്ദേഹത്തിന്. ആ കിളി മരിച്ചു വീണത്, ചത്തു വീണത് തൻ്റെ ശക്തി കൊണ്ട്, തപപ്രഭാവം കൊണ്ടാണെന്ന് അദ്ദേഹം വിചാരിച്ചു. ഇടയ്ക്കൊക്കെ അദ്ദേഹം ഭിക്ഷ തേടാനായിട്ട് ഗ്രാമത്തിലേക്ക് പോകും. തപസ്സനുഷ്ഠിക്കുമ്പോഴും അടുത്തുള്ള ഗ്രാമത്തിൽ പോയി ഭിക്ഷ വാങ്ങിക്കും. ഒരു ദിവസം ഭിക്ഷ വാങ്ങിക്കാനായിട്ടൊരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഗൃഹിണി സന്തോഷത്തോടു കൂടിയിട്ട് ഭിക്ഷ എടുക്കാനായിട്ട് ഈ കൗശികൻ എന്ന മുനി വന്നപ്പോൾ തന്നെ ആ മുനിയെ ആദരിച്ച് മുനിയോട് പറഞ്ഞു, ഞാൻ ഭിക്ഷയായിട്ട് പോരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. ആ സമയത്താണ് ആ ഗൃഹനാഥൻ, ഗൃഹത്തിൻ്റെ ഗൃഹനാഥൻ അങ്ങടേക്ക്
പണിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വിശന്ന് കയറി വരുന്നത്. അപ്പോൾ ഈ ഗൃഹിണി വീട്ടമ്മ ആദ്യം ഈ ഭർത്താവിനെ പരിചരിച്ചു. ഭർത്താവിന് വെള്ളം കൊടുത്തു, ഭർത്താവിനെ ശുശ്രൂഷിച്ചു. അപ്പോഴും ആ ഗൃഹസ്ഥയായിരിക്കുന്ന അമ്മ ഓർത്തു, പുറത്ത് സന്യാസി നിൽക്കുന്നുണ്ട്. ഭർത്താവിനെ ആചരിച്ചിരുത്തിയതിന് ശേഷം വീട്ടമ്മ ഭിക്ഷ എടുത്തിട്ട് സന്യാസിയുടെ അടുത്തേക്ക് വന്നപ്പോൾ സന്യാസി ദേഷ്യം കൊണ്ട് കണ്ണു കലങ്ങി ഈ വീട്ടമ്മയെ നോക്കി. അപ്പോൾ വീട്ടമ്മ പറഞ്ഞു, നിങ്ങളുടെ ദേഷ്യം കൊണ്ട് കത്തിക്കരിഞ്ഞ് വീഴുന്ന ഒരു വെള്ളക്കൊറ്റിയല്ല ഞാൻ എന്ന് പറഞ്ഞു. എൻ്റെ ധർമ്മമാണ് ഞാൻ ചെയ്തത്. എൻ്റെ ഭർത്താവാണ് എനിക്ക് കൺകണ്ട ദൈവം. എൻ്റെ ഭർത്താവിനെയാണ് ആദ്യം എനിക്ക് പരിചരിക്കേണ്ടത് എന്ന് ആ വീട്ടമ്മ പറഞ്ഞു. ഞാൻ നിങ്ങളെ ഓർക്കുന്നുണ്ടായിരുന്നു, അങ്ങയെ ഓർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ രണ്ടാമത്തെ ധർമ്മമാണ് അങ്ങയ്ക്ക് ഭിക്ഷ തരിക എന്നുള്ളത്. അതുകൊണ്ട് എന്നെ നോക്കി പേടിപ്പിക്കരുത്, ഞാനൊരു വെള്ളക്കൊറ്റിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസിക്ക് ആ താപസനായിരുന്ന കൗശികന് തോന്നി, അസാധാരണ ശക്തിയുള്ള ഒരു വീട്ടമ്മയാണല്ലോ ഇത്. ആ വെള്ളക്കൊറ്റിയെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞു? ആ വെള്ളക്കൊറ്റി കത്തി വീണതൊക്കെ ഇത് എങ്ങനെയാണ് ഈ അമ്മ അറിഞ്ഞത്? എൻ്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ തപസ് കൊണ്ട് ഒന്നും നേടിയിട്ടില്ല. നിങ്ങളുടെ സ്വന്തം കോപത്തെ പോലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ തപസ് വൃഥാവിലായിരിക്കുകയാണ്. നിങ്ങൾ മിഥില എന്ന രാജ്യത്തേക്കൊന്ന് പോകണം. അവിടെ ഒരു ആളെ നിങ്ങൾ കാണണം. അയാളുടെ പേര് ധർമ്മവ്യാധൻ എന്നാണ്. ആ ധർമ്മവ്യാധനിൽ നിന്ന് നിങ്ങൾ പഠിക്കണം ചിലത് പോയിട്ട് എന്ന് പറഞ്ഞ് ഈ കൗശികൻ എന്ന താപസന് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഈ വീട്ടമ്മയിൽ വിശ്വാസമായി അദ്ദേഹത്തിന്. കാരണം ഈ പറയുന്നതെല്ലാം സത്യമാണല്ലോ. പ്രത്യേകിച്ചും ത്രികാലജ്ഞാനം ഉള്ളത് കൊണ്ടല്ലേ ആ വെള്ളിൽ പക്ഷി കത്തി വീണതൊക്കെ അറിഞ്ഞത്, ആ വെള്ളക്കൊറ്റി കത്തി വീണത് അറിഞ്ഞത്. അപ്പം അദ്ദേഹം അത് സ്വീകരിച്ച് മിഥിലയിലേക്ക് നടന്നു, അദ്ദേഹത്തെ കാണാനായിട്ട്, ധർമ്മവ്യാധനെ കാണാനായിട്ട്. കുറേ ദിവസങ്ങൾ യാത്ര ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം മിഥിലയിലെത്തി. എല്ലാവരും അന്വേഷിച്ചു എവിടെയാണ് ധർമ്മവ്യാധൻ. അങ്ങനെ ഒരിടത്തെത്തിയപ്പോൾ ഈ ധർമ്മവ്യാധൻ എന്ന് പറയുന്നത് ആ പേരുകൊണ്ട് തന്നെ എന്തോ ഒരു പ്രശ്നം അദ്ദേഹത്തിന് തോന്നിയിരുന്നു. വ്യാധൻ എന്ന് പറയുന്നത് ബ്രാഹ്മണനല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഒരു ബ്രാഹ്മണനല്ലാത്ത ഒരാളിൽ നിന്ന് എങ്ങനെയാണ് ശിക്ഷണം സ്വീകരിക്കുക എന്നൊക്കെ മനസ്സിൽ ഒരുപാട് ചിന്തകളായിട്ട് പോയത്. അപ്പം അദ്ദേഹം അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഒരു ഇറച്ചിക്കടയാണ്. ആ ഇറച്ചിക്കടയിൽ ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്നു. ആളുകൾ നിരവധി അവിടെ കൂടിയെന്നിരിക്കുകയാണ് ഇറച്ചി വാങ്ങിക്കാനായിട്ട്. ഇദ്ദേഹം മാറി നിന്ന് കുറച്ചകലെ. ഇദ്ദേഹമാണോ ധർമ്മവ്യാധൻ? ഇദ്ദേഹത്തിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കാനാണ്? ഈ ധർമ്മവ്യാധനാകട്ടെ ഇറച്ചി കച്ചവടം നടത്തുന്ന ആ തിരക്കിലിങ്ങനെ വ്യാപൃതമായിരിക്കുന്നതിനിടയിലും അകലെ നിൽക്കുന്ന ഈ കൗശികനെ കണ്ട് കൗശികനോട് പറഞ്ഞു, ഞാൻ കുറച്ച് തിരക്കിലാണ്, കുറച്ചുകൂടി എനിക്ക് എൻ്റെ ധർമ്മം ചെയ്യാനുണ്ട്, അതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും കച്ചവടം നടത്തിക്കൊണ്ടിരുന്നു. തിരക്ക് കുറഞ്ഞപ്പോൾ അദ്ദേഹം കൗശികൻ്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, കൗശികനോട് പറയാണ്, ഈ ഇറച്ചി വിൽപ്പനക്കാരനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന്. വാസ്തവത്തിൽ എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ അച്ഛനും ഒക്കെ ചെയ്തിരുന്ന ഒരു പണിയായിരുന്നത്. ഞാനത് ചെയ്യുന്നു. ഞാൻ ഇറച്ചി കഴിക്കുകയില്ല ഒരിക്കലും. ഇത് വേടന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇറച്ചിയാണ്. ഇത് വിൽക്കുന്നത് എൻ്റെ തൊഴിലാണ്. ഞാനത് ചെയ്തു പോരുന്നു. അത് സന്തോഷത്തോടുകൂടി ചെയ്യുന്നു. എനിക്കിതിൽ പ്രത്യേക മമതയൊന്നുമില്ല, ഒരാസക്തിയില്ല. നിർമ്മമനായിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ഇതെൻ്റെ ധർമ്മമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. എനിക്ക് മോക്ഷമാണ് എൻ്റെ ലക്ഷ്യം, സന്യാസമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം കൗശികനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിൽ കൊണ്ടുപോയപ്പോൾ
അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ സൽക്കരിച്ച് ഇരുത്തി. പിന്നെ ധർമ്മവ്യാധൻ ഈ കൗശികന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. ധർമ്മമാണ് ഏറ്റവും വലുത്. ധർമ്മത്തിൽ നിങ്ങൾക്ക് സംഘം ഉണ്ടാകാൻ പാടില്ല. ധർമ്മം ചെയ്യുന്നതിലൂടെ ആന്തരികമായ ശുദ്ധി ഉണ്ടാവുകയും അതിലൂടെ ശരീര മനസ്സുകളിൽ നിന്നുള്ള മുക്തി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കൗശികനിൽ നിന്ന്, ഇറച്ചി വെട്ടുകാരനിൽ നിന്ന് അദ്ദേഹം ഒരുപാട് പഠിച്ചു. താൻ തപസ് ചെയ്തിട്ട് ഒരു വെള്ളക്കൊറ്റിയെ കത്തിക്കാനുള്ള ശക്തി നേടിയതിനേക്കാളും എത്രയോ ശക്തി വേണം സാധാരണ ജീവിതത്തിൽ ധർമ്മനിരതനായിട്ട് ജീവിക്കാൻ എന്ന് അദ്ദേഹം പഠിച്ചു. അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി, തപസ്സെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ഗാർഹസ്ഥ്യധർമ്മം നല്ലവണ്ണം ചെയ്യാനായിട്ട്. ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത് അത്ര മോശമല്ല. ഗുരുവും പറയുന്നത് തന്നെയാണ്, ഗാർഹസ്ഥ്യം എന്നത് ഒരു യതിയേക്കാളും ശക്തി വേണ്ടതാണ് അവിടെ ജീവിക്കാനായിട്ട്. അവിടെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ശക്തി കിട്ടും, ആത്മശുദ്ധി കിട്ടും, ആത്മവിശ്വാസം കിട്ടും. ആ പതിവ്രതയായ വീട്ടമ്മയെ പോലെ, ഇറച്ചി വെട്ടുകാരനായ ധർമ്മവ്യാധനെ പോലെ നാം എവിടെയാണോ, എന്ത് ധർമ്മമാണോ ഇവിടെ ചെയ്യുന്നത്, ആ ധർമ്മത്തിൽ നിങ്ങൾ വ്യാപൃതമായിരിക്കുക. ഒരിക്കലും അതിനോട് അറ്റാച്ച്മെൻറ്റ് പാടില്ല. അതിൽ നിന്നും ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ആത്മസുഖം നിങ്ങൾക്ക് അനവരതം ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് ഗുരുവും ഇവിടെ പറയുന്നു. അതായത് ബുദ്ധിമാനായ ഗൃഹസ്ഥാശ്രമി ധർമ്മത്തിൽ നിന്നും അണുപോലും തെറ്റുന്നില്ലെങ്കിൽ എല്ലാ മുനികളിലും വെച്ച് ശ്രേഷ്ഠനാകുന്നു അദ്ദേഹം എന്ന്.